എയ്സിൻ്റെ മറ്റൊരു പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നേരത്തെ ചെയ്തിട്ടുള്ള SSC ബാങ്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ അതേ നിലവാരത്തുള്ള ചോദ്യങ്ങളാണ്, മുൻവർഷം ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. യു ക്യാൻ ടേക്ക് എ ഹോഴ്സ് ടു ദ വാട്ടർ ബട്ട് യു കനോട്ട് മേക്ക് ഇറ്റ് ടു ഡ്രിങ്ക് എന്നാണ്. ഈ വാചകത്തിൽ എവിടെയാണ് തെറ്റ് വന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഈ വാചകത്തിൽ മേക്ക് ഇറ്റ് ടു ഡ്രിങ്ക് എന്ന് വേണ്ട, ടു ഇൻഫിനിറ്റീവ് അവിടെ ആവശ്യമില്ല. ഏത് വേർബിന് ശേഷം? മെയ്ക്ക് എന്ന ക്രിയയ്ക്ക് ശേഷം ആക്റ്റീവ് വോയിസിൽ എന്തിൻ്റെ ആവശ്യമില്ല? മറ്റൊരു ക്രിയ ടു ചേർത്തതാവാൻ പാടില്ല. ഉദാഹരണത്തിന് ഷീ മെയ്ഡ് മീ ഡാഷ് എന്നാണ്. ഷീ മെയ്ഡ് മീ ഡാഷ്. ഓപ്ഷൻ നമുക്ക് നോക്കാം. ടു സിറ്റ് ഡൗൺ. സെക്കൻഡ് വൺ സിറ്റ് ഡൗൺ. സി സാറ്റ് ഡൗൺ. ഓപ്ഷൻ ഡി സിറ്റിംഗ് ഡൗൺ എന്നാണ്. ഈ വാചകത്തിൽ ആക്റ്റീവ് വോയിസ് ഉള്ള ഒന്നാണ്. ഇവിടെ എങ്ങനെ ആക്റ്റീവ് വോയിസ് മനസ്സിലാക്കുക? ഇഫ് എ സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് സബ്ജക്റ്റ് ഇറ്റ് ഈസ് കോൾഡ് ആക്റ്റീവ് വോയിസ്. അപ്പോൾ നമ്മൾ ഷീ എന്ന് വെച്ച് തുടങ്ങി. അതിനുശേഷം ക്രിയയുടെ രണ്ടാമത്തെ രൂപം വന്നു V2. അത് കഴിഞ്ഞിട്ടാണ് ഒബ്ജക്റ്റ് വന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് എന്നത് മീ എന്നതാണ്. ആക്റ്റീവ് വോയിസുള്ള വാചകമാണ്. ആക്റ്റീവ് വോയിസിൽ ഇവിടെ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന ക്രിയ നോക്കിയാൽ പാസ്റ്റ് ഫോം ഓഫ് മേക്ക് ഈസ് മെയ്ഡ്. അപ്പോൾ ഇതിന് ശേഷം എന്ത് വേണ്ട? ടു ഇൻഫിനിറ്റീവ് ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായും അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ യു കാനോട്ട് മേക്ക് ഇറ്റ് ഡ്രിങ്ക് എന്നാണ്. യെസ്, അവിടെയാണ് തെറ്റ് കിടക്കുന്ന സംഗതി. അപ്പം ആക്റ്റീവ് വോയിസിൽ മേക്കിന് ശേഷം വരുന്ന ക്രിയയുടെ മുമ്പിൽ ടുവിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിനെ പാസീവ് വോയിസിലാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിലോ അതിൻ്റെ മുൻപിൽ ടു ചേർക്കുകയും വേണം. ഇതിന് നമുക്ക് വേണമെങ്കിൽ പാസീവ് വോയിസിൽ കൺവേർട്ട് ചെയ്യാം. പാസീവ് വോയിസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ മീ എന്ന ഒബ്ജക്റ്റിനെ നമ്മൾ എന്താക്കും? സബ്ജക്റ്റ് ആക്കി മാറ്റും, അല്ലേ? എന്നൊരു ഐ ആയി മാറും. ഇനി തന്ന വാചകം ഏത് ടെൻസിലാണ്? പാസ്റ്റിലാണ്. എങ്ങനെ മനസ്സിലായി? മെയ്ഡ് എന്ന് വന്നു. അപ്പോൾ സ്വാഭാവികമായും ഓക്സിലറി വെർബായിട്ട് വാസോ വേറോ ഉപയോഗിക്കും. ഐ എന്ന് വന്നുകൊണ്ട് വാസ്. അതിനുശേഷം ക്രിയയുടെ മൂന്നാമത്തെ രൂപം മെയ്ഡ് എന്നാണ്. അതിനുശേഷം ടു. യെസ്, ഐ വാസ് മെയ്ഡ് ടു സിറ്റ് ഡൗൺ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും പാസീവ് വോയിസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ മെയ്ക്കിന് ശേഷം വരുന്ന ക്രിയയുടെ മുമ്പിൽ എന്ത് വേണം? ടു വേണം. പക്ഷേ ആക്റ്റീവ് വോയിസിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവിടെയാണ് തെറ്റ് കിടക്കുന്നത്. രണ്ടാമത്തെ എന്താ? ഒരു പ്രൊനൗണുമായി ബന്ധപ്പെട്ട സാധനം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് റെക്ടിഫൈസ് ദ എറേഴ്സ് എന്നാണ്. ഇൻ ദി ഫോളോയിങ് സെൻറ്റൻസ് വൺ മസ്റ്റ് ഡു ഹിസ് ഓർ ഹെർ ഡ്യൂട്ടി പ്രോപ്പർലി എന്നാണ്. നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേർഡും പഠിക്കാറുണ്ട്, അമേരിക്കൻ ഇംഗ്ലീഷ് വേർഡും പഠിക്കാറുണ്ട്. ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേർഡിൽ നമ്മളിങ്ങനെ വൺ എന്ന പ്രൊനൗൺ ഉപയോഗിച്ച് ഒരു ജനറലൈസ് ആയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് വൺ എന്ന പ്രൊനൗൺ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ വൺ. ഇതിനെ പിന്തുടർന്ന് എന്ത് തന്നെ വരണം? വൺ എന്ന് തന്നെ വരണം. അപ്പോൾ അവിടെയുള്ള തെറ്റ് എന്ന് പറഞ്ഞാൽ വൺ മസ്റ്റ് ഡു ഹിസ് ഓർ ഹെർ ഡ്യൂട്ടി പ്രോപ്പർലി എന്നല്ല വേണ്ടത്. വൺ മസ്റ്റ് ഡു വൺസ് ഡ്യൂട്ടി പ്രോപ്പർലി എന്നാണ്. അപ്പോൾ ഏതൊരു സർവ്വനാമം വെച്ചിട്ട് നമ്മൾ വാചകം ആരംഭിക്കുമ്പോൾ അതിനെ പിന്തുടർന്ന് അതേ സർവ്വനാമം തന്നെ വരണം എന്നാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഫാക്റ്റ് ബ്രിട്ടീഷ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വൺസ് ഡ്യൂട്ടി എന്നാണ്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതുക വൺ മസ്റ്റ് ഡു വൺസ് ഡ്യൂട്ടി പ്രോപ്പർലി എന്നാണ്. ഇറ്റ് ഈസ് ടൈം സംവൺ ടേക്സ് കോൺക്രീറ്റ് സ്റ്റെപ്സ് ടു എലിവിയേറ്റ് ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ കൺട്രി. അപ്പോൾ അവിടെ തെറ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇറ്റ് ഈസ് ടൈം എന്നാണ്. ഇറ്റ് ഈസ് ടൈം എന്നോ ഇവിടെയാണ് നമ്മൾ മാർക്ക്. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം. ഇതിന് ശേഷം ഒരു സബ്ജക്റ്റ് വരുന്നുണ്ടെങ്കിൽ നോക്കൂ, ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് ആ വാചകത്തിൽ എന്താ വന്നിരിക്കുന്നത്? സംവൺ എന്നാണ്. ഇറ്റ് ഈസ് ടൈം എന്നോ ഇറ്റ് ഈസ് ഹൈ ടൈം എന്നോ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിന് ശേഷം എപ്പോഴും ഉപയോഗിക്കേണ്ടത് ഒരു ക്രിയയുടെ V2 ആണ്. V2 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ്. പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ്, ക്രിയയുടെ പാസ്റ്റ് ടെൻസ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇറ്റ് ഈസ് ടൈം സംവൺ ടുക്ക് എന്നായി മാറണം. അതുകൊണ്ടാണ് അവിടുത്തെ തെറ്റായിട്ട് നമ്മൾ പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ദ ഫുഡ് വാസ് നോട്ട് ആസ് ഡെലീഷ്യസ് ആസ്
വി ഹാഡ് എക്സ്പെക്റ്റഡ്. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന അത്ര രുചികരമായിരുന്നില്ല ഭക്ഷണം എന്നാണ്. ആ വാചകം പോസിറ്റീവ് ഡിഗ്രിയാണ്. ഇതിന് മുൻപ് ചെയ്ത വീഡിയോയിൽ നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ നമ്മൾ പോസിറ്റീവ് ഡിഗ്രിയെക്കുറിച്ചാണ് പറഞ്ഞത്. എങ്ങനെ പോസിറ്റീവ് ഡിഗ്രി എന്ന് മനസ്സിലായത്? ആസ് എന്ന പ്രയോഗം, ആസ്. അപ്പോൾ ആ വാചകത്തിൽ തെറ്റുണ്ടോ എന്നാണ് ചോദ്യം. നോട്ട് ആസ് എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. പിന്നെയോ നോട്ട് സോ ആസ് എന്ന പ്രയോഗമുണ്ട്. അപ്പോൾ ആസ് എന്ന പ്രയോഗമുണ്ട്, സോ ആസ് എന്ന പ്രയോഗമുണ്ട്. അപ്പോൾ ഈ വാചകത്തിൽ തെറ്റുണ്ടോ എന്നാണ് ചോദ്യം. ഈ വാചകത്തിൽ എന്തില്ല? എററില്ല, നോ എററാണ്. കാരണം പോസിറ്റീവ് ഡിഗ്രിയിലെ വാചകത്തിൻ്റെ മെത്തേഡ് അതാണ്. ദ ഫുഡ് അല്ലെങ്കിൽ ഫുഡ് വാസ് നോട്ട് ആസ് ഡെലീഷ്യസ് ആസ് വി ഹാഡ് എക്സ്പെക്റ്റഡ് എന്നാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നോ വൺ ദാൻ യു ഡിസേർവ് ക്രെഡിറ്റ് ഫോർ ദ സക്സസ് ഓഫ് ദിസ് പ്രൊജക്റ്റ് എന്നാണ്. ആ വാചകത്തിൽ നമ്മളോട് ചോദിച്ച പ്രകാരം നോ വൺ ദാൻ യു, അവിടെ തെറ്റെന്താണ് വന്നിരിക്കുന്നത്? തെറ്റ് വന്നിരിക്കുന്നത് ദാൻ മസ്റ്റ് ബി റീപ്ലേസ്ഡ് വിത്ത് ബട്ട്. നോ വൺ എന്നതിന് ശേഷം വരേണ്ടത് ബട്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നത്തിങ് എന്നതിന് ശേഷവും വരേണ്ടത് ബട്ട് എന്നാണ്. അപ്പോൾ നോ വൺ അല്ലെങ്കിൽ നൺ ദാൻ എന്നല്ല പറയേണ്ടത്, നൺ ബട്ട് എന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നത്തിങ് ബട്ട് എന്നോ ആണ് ആവശ്യമായിട്ട് വരിക. അവിടെ തെറ്റ് കിടക്കുന്നത് ആ സെക്ഷനിലാണ്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസിന് ഏസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.